ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയാവോ? ഉള്ളിയൊക്കെ വഴറ്റുന്നുണ്ടോ? നമ്മൾ ഇറച്ചി പോലെ ഒരു സോയ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടില്ലേ ഉള്ളി? ഈ സോയ ഞാൻ താണ്ട മസാലയൊക്കെ ഇട്ട് നല്ല വറുത്ത് കോരി വെച്ചേക്കുക. കണ്ടില്ലേ? ഇതിനകത്ത് നമ്മൾ കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടില്ല. സാധാരണ രീതിയിൽ വറുത്ത് കോരി വെച്ചേക്കുക. കണ്ടില്ലേ? നല്ല ടേസ്റ്റ്. ഇടിയപ്പമൊക്കെ കഴിക്കാനാണ് ഇത് ഏറ്റവും കൂടുതൽ കേട്ടോ. ഉള്ളിയൊക്കെ നല്ല ഉള്ളി, ഉരുളൻകിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടെ നല്ലോണം എണ്ണയിൽ ഇങ്ങനെ നടന്ന് നല്ലോണം വാടണം. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് ചിക്കൻ മസാല, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഉപ്പ് തിരുമ്മി ഇത്തിരി നാരങ്ങ നീരും പുരട്ടി കുറച്ച് നേരം വെച്ചേക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലോണം എണ്ണയിൽ ഇനി വറുത്ത് കോരണം. അങ്ങ് മൂക്കരുത്, അല്ലാതെ നല്ല വെന്ത് കോരിയെടുക്കണം. അങ്ങനെ കോരി വെച്ചേക്കുന്നതാണ് ഈ സോയ. ഇനി നമുക്ക് ഇതിലോട്ട് ഈ സോയ ഇടാം. കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചേക്കണം, ഇതിനകത്ത് ഒഴിക്കാം. അങ്ങനെയുണ്ട്. പിന്നെ ഈ സോയക്കകത്തൊക്കെ നിറച്ച് നമ്മൾ വറുത്ത എണ്ണ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എണ്ണ ഒന്നും ഇതിനകത്ത് ഒഴിക്കരുത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക. തീ കൂട്ടുക. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ എടുക്കാം, നമ്മൾ രാവിലത്തെ ഇടിയപ്പത്തിൻ്റെ കൂടെയും എടുക്കാം. നല്ല തിളച്ച് നല്ല വെന്ത് നല്ല വരട്ടിയെടുക്കാം. ഇതിങ്ങനെ വരണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതാണ് ഈ കാശ്മീരി മുളകിൻ്റെ ടേസ്റ്റ്. ഇതിന് മണവും എല്ലായിട്ടും നല്ല രസമായിട്ട് നിൽക്കും. നമ്മുടെ സോയ കറിയിലേക്ക് റെഡിയായിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് തക്കാളി.